അസ്സലാമലൈക്കും. എന്താ സുഖല്ലേ? നമ്മളെ നാട്ടിലെ റബ്ബിഉൽ അവ്വൽ 12-ന്റെ രാത്രിയാണ്. പള്ളിയിലെ മൗലൂദെല്ലാം കഴിഞ്ഞാൽ ഒരു ചോറുണ്ട്. ആ ചോറിനും ബീഫ് കറിക്കും ഭയങ്കര ടേസ്റ്റാണ്. മൗലൂദ് കഴിച്ചാളും മൗലൂദ് കഴിക്കാത്ത ആളും എല്ലാവരും, വലിയ ആളായാലും ചെറിയ ആളായാലും എല്ലാവരും ലയിൽ നിന്നിട്ടാണ് ആ ചോറ് വാങ്ങാൻ. ആ ചോറ് അവിടുന്ന് വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കണം. അത് ഒരു ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിലെല്ലാവരും ആ ദിവസം അവിടെ തന്നെ ഉണ്ടാവും. ആ ചോറ് വേവിച്ചിട്ട് ആ പുരക്ക് പോലും ബാക്കിയുണ്ടെങ്കിൽ പുരക്കും കൊണ്ടും. റബ്ബിഉൽ അവ്വൽ 12-ന്റെ അന്ന് രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് ചോറും കൊടുക്കും എല്ലാ വീട്ടുകാർക്കും. നമ്മുടെ നാട്ടിൽ ഏകദേശം 500 വീടുണ്ട്. എല്ലാ വീട്ടുകാർക്കും ചോറും ഉണ്ട്. പള്ളിക്കറി എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പള്ളിക്കറി ഇതാണ് ശരിക്കും പള്ളി. ഈ പള്ളിക്കറിക്കും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിനുള്ള ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. റബ്ബിഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഞായറാഴ്ചയായിരുന്നു നബിദിന റാലി. വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ ചോറും കൊടുത്ത് നബിദിന റാലി നടത്തുമ്പോൾ പിന്നെ ജുമാൻ്റെ ടൈം ആകുമ്പോൾ കഴിയൂല. അതുകൊണ്ടാണ് ഞായറാഴ്ച ആക്കി ഈ പ്രശ്നം. സുബ് കഴിഞ്ഞപാട് തന്നെ ചോറ് കൊടുക്കൽ തുടങ്ങും. ഏകദേശം 8-9 മണിയാകുമ്പോൾ കഴിയും. പറ്റുമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യും ഇൻഷാ അല്ലാഹ്.